സകല മനുഷ്യരുടെയും പാവങ്ങൾക്കായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. എന്താണെന്നറിയില്ല, മിഷണറിമാർ നൽകിയ പല സംഭാവനകളും ഇപ്പോൾ പലരുടെയും ഉറക്കം കിടത്തുകയാണ്. അതാണ് അവരൊക്കെ പലരും വന്നിട്ട് പറയുന്നത്, നമ്മളും ഇതിൻ്റെ അകത്ത് ചെയ്തതാണ്, ഞങ്ങളും ഇതിൻ്റെ അകത്ത് ചെയ്തതാണേ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ പഴയ ചരിത്രങ്ങളെ ഇവർ വളച്ചൊടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം. മിഷണറിമാർ ഇവിടെ വന്ന് അവരുടെ ദേശവും വീടും സ്വന്തം ജനങ്ങളെയെല്ലാം വിട്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പ്രതി ഈ ഭാരതത്തിലേക്ക് വരികയും ഈ കൊച്ചു കേരളത്തിലേക്ക് വരികയും ഇവിടെ വന്ന് അനേകമായിട്ടുള്ള ഐത്താചാരങ്ങൾക്കെതിരായിട്ട് അവർ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ പോരാടി അനേകരെ നേടുകയും വിദ്യാഭ്യാസം മാത്രമല്ല പല കാര്യങ്ങളിൽ ഹോസ്പിറ്റലാണെങ്കിലും വൈദ്യശാസ്ത്രത്തിൻ്റെ രംഗത്താണെങ്കിലും എല്ലാ മേഖലകളിലും അവരെന്ത് ചെയ്തു, ഒരുപാട് സംഭാവനകൾ ഇവിടെ തന്നു. പക്ഷേ ഇപ്പോൾ പലരും പറയുന്നത് അല്ല, ഞങ്ങളാണ് ഇതൊക്കെ ചെയ്തത് എന്നൊക്കെയാണ് പറയുന്നത്. അതുതന്നെയാണല്ലോ സ്വാമി ചിദാനന്ദപുരിയും ശ്രമിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ എവിടെയോ അമ്പലത്തിലിരുന്നൊക്കെ പ്രഭാഷണം നടത്തുന്നതാണ്. ആ പ്രഭാഷണം നടത്തുന്ന സ്ഥലത്തിരുന്നുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ഈ ക്രിസ്തീയ മിഷണറിമാർ സ്കൂളുകൾ സ്ഥാപിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേന് വിഡ്ഢിത്തമാണെന്നൊക്കെ പറയുന്നു. സ്വാമി പറയുന്ന ഒന്ന് കേട്ടു നോക്കാം. കാലം പോയി ഇന്നിപ്പോൾ പള്ളിക്കൂടം എന്ന് പറഞ്ഞാൽ പലരും വിചാരിക്കുക എന്താ പള്ളിക്കൂടം? പള്ളിയോടനുബന്ധിച്ചുള്ള കൂടം, അതാണ് പള്ളിക്കൂടം എന്ന് പറയും. എന്ത് വിഡ്ഢിതാന്ന് ആലോചിച്ച് നോക്കൂ. സ്വാമി ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചത് ക്രിസ്ത്യൻ മിഷണറികളാണ്. അങ്ങനെ ക്രിസ്ത്യൻ മിഷണറികൾ പള്ളിയോടനുബന്ധിച്ച് വിദ്യാലയങ്ങൾ ആരംഭിച്ചത് കൊണ്ടാണ് പള്ളിക്കൂടം എന്ന് പേര് വന്നത്. എളുപ്പമായി പറയാൻ. നമ്മളെല്ലാവരും ഏറെക്കുറെ എല്ലാവരും ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നവരാ. ക്ഷേത്ര ഉത്സവങ്ങളിൽ പള്ളി വേട്ടയുണ്ട്. ക്ഷേത്രങ്ങളിൽ ദിവസവും ഭഗവാനെ പള്ളിക്കുറുപ്പ്, പള്ളി ഉറക്കം, രാവിലെ പള്ളി ഉണർത്തൽ, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഇങ്ങനത്തെ വിഡ്ഢിത്തം പറഞ്ഞാൽ എന്താ ചെയ്യാം? ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്വാമി പറഞ്ഞതാണ് സ്വാമി ചിദാനന്ദപുരി പറയാണ്, നമ്മൾ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. ഇപ്പം ക്ഷേത്ര ഉത്സവങ്ങളിൽ പള്ളിവേട്ടയുണ്ട്, പള്ളിക്കുറുപ്പുണ്ട്, പള്ളിയുറക്കമുണ്ട്, പള്ളി ഉണർത്തലുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഇങ്ങനത്തെ വിഡ്ഢിത്തം പറഞ്ഞാൽ എന്താ സ്വാമി? അല്ല, എന്താ സ്വാമി ഉദ്ദേശിച്ചത്? പള്ളിവേട്ട, പള്ളിക്കുറുപ്പ്, പള്ളി ഉറക്കം, പള്ളി ഉണർത്തൽ, ഇതൊക്കെ വിഡ്ഢിത്തം എന്നാണോ? അതോ ഇതിൽ നിന്നൊക്കെയാണ് പള്ളി എന്നുള്ള വാക്ക് കൊണ്ടുപോയത് എന്നുള്ളതാണ്? എന്തോ ആയിക്കോട്ടെ, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. പള്ളി എന്ന പേര് പള്ളിവേട്ട, പള്ളിക്കുറുപ്പ്, പള്ളി ഉറക്കം, പള്ളി ഉണർത്ത് ഇതിന്ന് കടമെടുത്താണെങ്കിൽ സ്വാമിക്ക് തെറ്റിയെന്ന് പറയാനേ പറ്റത്തുള്ളൂ. സ്വാമി കുറച്ചുകൂടെ ഒക്കെ ചരിത്രം അറിയാവുന്ന ആളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പള്ളി എന്ന വാക്ക് എവിടെ നിന്ന് കിട്ടി? പള്ളിവേട്ട, പള്ളിക്കുറുപ്പ്, പള്ളി ഉറക്കം, പള്ളി ഉണർത്ത് ഇതിൽ നിന്നാണോ എന്ന് നിങ്ങളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതേ എന്നേ നിങ്ങൾ പറയും. മറ്റുള്ളവരിൽ നിന്നും കടം കൊണ്ടവരാണ് നിങ്ങൾ. ഈ ബുദ്ധമതത്തിൽ നിന്നാണ് പള്ളി എന്ന വാക്ക് കിട്ടിയത്. അതും ഹിന്ദുമതം കേരളത്തിൽ വരുന്നതിന് മുമ്പേ ബുദ്ധനും ജൈനരും ക്രിസ്ത്യാനികളും ഇവിടെയുണ്ട്. അപ്പോൾ ചില ആൾക്കാർ പറയുന്നത് ഈ ക്രിസ്ത്യാനികളായിട്ടുള്ളവർ വന്നു കയറിയതാണ്, ഞങ്ങൾ ഹിന്ദുക്കൾ നേരത്തെ ഇവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ചില ചരിത്രം അറിയാൻ വയ്യാത്ത ഹിന്ദുത്വവാദികളോടൊക്കെ പറയുകയാണ്, നിങ്ങൾ ഹിന്ദുത്വവാദികൾ ഇവിടെ ഹിന്ദുമതം കേരളത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇവിടെ ക്രിസ്ത്യാനികളുണ്ട്. മനസ്സിലായോ? അതിന് ചരിത്രപരമായിട്ടുള്ള കുറച്ച് പുസ്തകമൊക്കെ മേടിച്ചൊന്ന് വായിച്ചു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ബോധമൊക്കെ ഉണ്ടാകും. അത് ഈ ബുദ്ധമതവും ജാതി വ്യവസ്ഥ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അതിൻ്റെ അകത്ത് പേജ് 29 എഴുതിയിരിക്കുകയാണ്, BC 3-ാം നൂറ്റാണ്ടോടുകൂടി ബുദ്ധമതവും ഏറെ താമസിയാതെ ജൈനമതവും CE 1-ാം നൂറ്റാണ്ടിൽ ക്രിസ്തുമതവും 6-ാം നൂറ്റാണ്ടിന് ശേഷം ഹിന്ദുമതവും 9-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് മതവും കേരളത്തിൽ എത്തിയെന്ന് ചരിത്രം പറയുന്നു.
ജൈനർ BC 4-ാം ശതകം മുതൽ തെക്കേ ഇന്ത്യയിൽ മതപ്രചരണം ആരംഭിച്ചു. ബുദ്ധമതവും ജാതി വ്യവസ്ഥയും എന്ന് പറയുന്ന പുസ്തകത്തിൽ ഉള്ളതാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് കഴിഞ്ഞ ദിവസമാണെങ്കിലും ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് ചെയ്തതിന് ഒരാൾ കമൻ്റൊക്കെ എഴുതിയിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ആ കമൻറ്റ് കണ്ടിരുന്ന കുറച്ചുകൂടെ മറുപടി തരായിരുന്നു. ആ കമൻറ്റിൻ്റെ അകത്ത് പറയുന്നത് നമ്മൾ മതം മാറി വന്നവരാണ്, ക്രിസ്ത്യാനികൾ മതം മാറി വന്നവരാണെന്നൊക്കെയാണ് താങ്കൾ ആക്ഷേപിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ടൊക്കെ എഴുതിയിട്ട്. ഞങ്ങൾ സമ്മതിക്കുന്നു, ഇവിടെ ഉണ്ടായിരുന്ന ജാതി വ്യവസ്ഥയുടെ മറ്റുള്ള അരാജകത്വങ്ങളെ കണ്ടുകൊണ്ട് അനേകർ ക്രിസ്തുമാർഗം സ്വീകരിച്ചു. അനേകർ. അത് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇനി ഹിന്ദുമതം എന്ന് പറയുന്നത് ക്രിസ്തുമതത്തിന് ശേഷം വന്നതല്ലേ? മനസ്സിലായോ? അപ്പോൾ നിങ്ങളിവിടെ വന്നപ്പോൾ ആരെയൊക്കെ മതം മാറ്റിയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്കറിയാവോ? അതൊക്കെ കുറച്ചൊക്കെ ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. കാരണം ഹിന്ദുമതം എന്ന് പറയുന്ന ഒരു മതം ഇല്ലാന്ന് തന്നെയാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ സുഗതൻ കെ എഴുതിയ ബുദ്ധനും നാണുഗുരുവും എന്ന പുസ്തകത്തിൽ പറയുന്നത് ഹിന്ദുമതം എന്ന മതമേ ഇല്ല എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞു എന്നാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി കാണുമല്ലോ, 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്തുമതവും അതിനുശേഷമാണ് ഹിന്ദുമതം കേരളത്തിലേക്ക് എത്തിയത്. പിന്നെ ഹിന്ദുമതക്കാർ ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെ ആചാരങ്ങൾ പലതും കോപ്പിയടിച്ചു സ്വന്തമാക്കി. അല്ലാതെ നിങ്ങളായിട്ട് കൊണ്ടുവന്ന ആചാരമല്ല. നിങ്ങൾ എന്ത് ചെയ്തു? ആ ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെ ആചാരങ്ങൾ പലതും കോപ്പിയടിച്ചു. അതിൽ ഈ ക്ഷേത്രങ്ങളിലെ ഉത്സവമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആഘോഷ ചടങ്ങുകളിൽ പലതുമുണ്ട്. ഉദാഹരണമായിട്ട് കെട്ടുകാഴ്ച, രഥോത്സവം, ആന എഴുന്നള്ളത്ത്, ഇതെല്ലാം കോപ്പിയടിയാണെന്നാണ് പറയുന്നത്. നീ കേരളത്തിലെ തന്നെ ആലപ്പുഴ ജില്ലയിലുള്ള മാവേലിക്കര, ചെട്ടികുളങ്ങര, പേരൂർ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളുണ്ട്. ഭാഗങ്ങളിൽ നടക്കുന്ന കെട്ടുകാഴ്ചയും ആന എഴുന്നള്ളത്തും വരെ ബുദ്ധമതത്തിൽ നിന്നും ഹിന്ദുമതക്കാർ കോപ്പിയടിച്ചു എന്നാണ് പ്രൊഫസർ അച്യുത വാര്യർ കേരള സംസ്കാരം എന്ന പുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ ഈ അച്യുത വാര്യരൊക്കെ ചരിത്രകാരന്മാരുടെ ലിസ്റ്റിലൊക്കെ ഇങ്ങനെ അവരുടെ പുസ്തകങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യമുള്ളതാണ്. ആ പുസ്തകത്തിലാണ് പറയുന്നത് എന്ത്, നിങ്ങളിപ്പോൾ ക്ഷേത്രങ്ങളിലുള്ള ഓരോ ആചാരങ്ങൾ, ക്ഷേത്രോത്സവമായിട്ട് സാമ്യമൊക്കെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഓരോ അമ്പലങ്ങളിലുള്ള കെട്ടുകാഴ്ച, ആന എഴുന്നള്ളത്തും വരെ മറ്റു മതത്തിൽ നിന്ന് നിങ്ങൾ കോപ്പിയടിച്ചതാണ്, ബുദ്ധമതത്തിൽ നിന്നും. ആ കോപ്പിയടിയും ഉണ്ടായിരുന്ന ബുദ്ധരെയും ജൈനരെയും എന്ത് ചെയ്തെന്നുള്ളതും ചരിത്രം അറിയാവുന്ന ആൾക്കാർ വിളിച്ചു പറയും. എങ്ങനെയാണ് ഹിന്ദുത്വ മതത്തിലേക്ക് അല്ലെങ്കിൽ ബ്രാഹ്മണരുടെ ആ ഒരു മേൽക്കോയ്മ എല്ലാം കൂടെ വന്നത് എങ്ങനെയാണെന്ന് ചരിത്രം അറിയാവുന്നവർ വിളിച്ചു പറയും. നിങ്ങൾ എത്രത്തോളം ഈ ചരിത്രങ്ങളെ വാമൂടി കെട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതൊരു നാൾ പുറത്തു വരുമല്ലോ. അത് തന്നെയാണിത്. അപ്പോൾ ബുദ്ധമതത്തിൽ നിന്ന് ഹിന്ദു മതക്കാർ കോപ്പിയടിച്ച ഈ സംസ്കാരങ്ങളെല്ലാം വെച്ചുകൊണ്ട് പറയുകയാണ് ക്രിസ്ത്യാനികൾ മുഴുവനും കോപ്പിയടിച്ചെന്ന് പറയുന്നത് വലിയ അബദ്ധമാണ് കേട്ടോ. ഇനി പള്ളി എന്നത് എവിടുന്ന് കിട്ടി? അതും ബുദ്ധന്മാരുടെയാണ്. പ്രൊഫസർ എസ് അച്യുത വാര്യർ കേരള സംസ്കാരം എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ബുദ്ധ ദേവാലയങ്ങളെ പള്ളി എന്നാണ് വ്യവഹരിച്ചിരുന്നത്. അവൈദിക മതങ്ങളുടെ ആരാധനാലയം എന്നായിരുന്നു അതിനർത്ഥം. പിൽക്കാലത്ത് വൈദേശിക മതങ്ങളുടെ ആരാധനാലയം എന്നായി വിവക്ഷ. ക്രിസ്ത്യൻ പള്ളി, ജൂതപ്പള്ളി, മുസ്ലിം പള്ളി, ബൗദ്ധ ദേവാലയങ്ങളുടെ സ്ഥാവര വസ്തുക്കളെ കുറിക്കുന്ന പള്ളി സ്വന്തം ശാസനകളിലും മുൻകാല റവന്യൂ രേഖകളിലും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ പള്ളി എന്ന വാക്ക് ഹിന്ദുമതം ഇവിടെ എത്തുന്നതിന് മുമ്പ്, പള്ളിവേട്ട, പള്ളിയുറക്കം, ഇതൊക്കെ ഹിന്ദു ദൈവങ്ങളുടെ പരിപാടി ഇവിടെ എത്തുന്നതിന് മുമ്പേ ബുദ്ധന്മാരിവിടെ ഉണ്ടായിരുന്നു. അവരുടെ ദേവാലയങ്ങളെ പള്ളി എന്നാണ് വിളിച്ചിരുന്നത്. അതിൻ്റെ അകത്ത് സ്വാമി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, അത് രസമാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം, ഹിന്ദുമതക്കാർ വരുന്നതിന് മുമ്പേ ഇവിടെ പള്ളി എന്ന വാക്കുണ്ട്. സ്വാമി, ഹിന്ദുമതക്കാർ വരുന്നതിന് മുമ്പേ ക്രിസ്ത്യാനികളുണ്ട് സ്വാമി. പിന്നെ ഭാഷയാണ് പ്രശ്നമെങ്കിൽ പോർച്ചുഗീസ് ഭാഷയിൽ നിന്ന് മലയാള ഭാഷയിലേക്ക് എത്തിയതായ പല വാക്കുകളും ഇന്നും ഉപയോഗിക്കുന്നുണ്ട്. ആ ഉപയോഗിക്കുന്ന പല വാക്കുകൾ ഒരു ദിവസം മിനിമം ഒരു മലയാളി 40 വാക്കെങ്കിലും പോർച്ചുഗീസ് ഭാഷയിൽ നിന്ന് കിട്ടിയ വാക്കുകൾ സംസാരിക്കാറുണ്ട്. ഉദാഹരണമായിട്ട് അലമാരി, അൾത്താര, ആത്ത, ആയ, ഇംഗ്രീസ്, കടലാസ്, കമ്മീസ്, കത്തോലിക്ക, കപ്പിത്താൻ, കപ്പേള,
കറുപ്പ്, കളസം, കശു, കസേര, കുംഭസാരം, വിന്നാഗിരി, വിജാഗിരി, അങ്ങനെ പലതുമുണ്ട്. അപ്പോൾ ഈ മറ്റുള്ളവരുടെ ഭാഷയാണ് കടമെടുത്തുന്നുണ്ടെങ്കിൽ പോർച്ചുഗീസുകാരുടെ ഇത്രയും ഒരുപാട് ഭാഷകളുണ്ട്, ഒരുപാട് വാക്കുകൾ എടുത്തിട്ടുണ്ട്, ഒരുപാട് വാക്കുകൾ ഭാഷാപരമായിട്ട് മറ്റുള്ള ഭാഷയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഭാഷകളൊക്കെ അതും ഈ അലമാരി എന്ന് പറയുന്നതും വിനാഗിരി വിജാഗിരി എന്നൊക്കെ പറയുന്നതൊക്കെ ഇനിയും നിങ്ങളുടെ ഏതെങ്കിലും പുസ്തകത്തിൽ നിന്ന് എടുത്തതാണോ എന്നെനിക്കറിയില്ല. പക്ഷെ എന്തൊക്കെയല്ല, ഈ സംഭവങ്ങൾ ചരിത്രകാരന്മാർ തന്നെ പല പുസ്തകങ്ങളിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, പോർച്ചുഗീസ് ഭാഷയിൽ നിന്ന് കടമെടുത്തതായിട്ടുള്ളത്. അല്ല സ്വാമി, ഈ ചിദാനന്ദപുരി വിദേശങ്ങളിൽ നിങ്ങളുടെ ആൾക്കാർ പറയുന്ന പല വാക്കുകൾ ഇപ്പോഴും ഇവിടെ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അല്ല, താങ്കൾ സ്വാമി പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ വിദേശ രാജ്യങ്ങളിൽ പള്ളി പണിയുമ്പോൾ എന്തുകൊണ്ട് പള്ളിയിൽ നിന്നിടുന്നില്ല, ചർച്ച നിടുന്നു? അതൊന്ന് കേട്ടു നോക്കാം. ഇനി അത് ക്രിസ്ത്യൻ പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ യൂറോപ്പിൽ ചർച്ചിന് എന്താ പേര് വേണ്ടത്? പള്ളി എന്നാ പേര് വേണ്ടേ? യൂറോപ്പിൽ നിന്ന് പോയി അമേരിക്കയിൽ എന്താ ചർച്ചിന് പേര് വേണ്ടേ? പള്ളി എന്നാ പേര് വേണ്ടേ? ഓസ്ട്രേലിയയിൽ പള്ളി എന്നാ പേര് വേണ്ടേ? ലോകത്തിലെവിടെയും പള്ളി എന്ന് പേരില്ല. ആകെ കൂടെ കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമേ ക്രിസ്ത്യൻ ചർച്ചിന് പള്ളി എന്ന് പേരുള്ളൂ. കാരണം ദക്ഷിണ ഭാരതീയമായ ഭാഷയിൽ ദിവ്യതയുമായി ബന്ധപ്പെട്ട, ദേവതോപാസനയുമായി ബന്ധപ്പെട്ട, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ശബ്ദമാണ് പള്ളി. ചിന്തിക്കുക. സ്വാമി പറഞ്ഞു കേട്ടോ. വിദേശ രാജ്യങ്ങളിൽ അമേരിക്ക അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഒരു ചർച്ച് പണിയുമ്പോൾ പള്ളി എന്ന് ഇടുന്നില്ല, ചർച്ച് എന്നാണല്ലോ ഇടുന്നത് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ സ്വാമി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങളുടെ ആൾക്കാർ വിദേശ രാജ്യങ്ങളിൽ ആരാധനാലയങ്ങൾ പണിയുന്നുണ്ടല്ലോ, ക്ഷേത്രം പണിയുന്നുണ്ടല്ലോ. അവിടെ ക്ഷേത്രം അല്ലെങ്കിൽ അമ്പലം എന്നല്ലേ നമ്മൾ പറഞ്ഞു വരുന്ന ആ പേരുകളുടെ അടിസ്ഥാനത്തിൽ ഇടേണ്ടത്? നിങ്ങളവിടെ എന്തിനാണ് ടെമ്പിൾ എന്നിടുന്നത്? അല്ല, നിങ്ങൾ ആ പേരുകളുടെ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ, ആ ഒരു വാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് പിടിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ യൂറോപ്യൻ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് സൗദി പോലുള്ള രാജ്യങ്ങളിൽ, അറബ് രാജ്യങ്ങളിലും ക്ഷേത്രങ്ങളിലും അവിടെ ടെമ്പിൾ എന്നല്ലേ ഇടണ്ടല്ലോ, ക്ഷേത്രം അല്ലെങ്കിൽ അമ്പലം എന്ന് തന്നെ ഇടണ്ടേ? അതിടാതെ നിങ്ങൾ പറയുകയാണ് പള്ളി എന്ന വാക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു ചെന്നപ്പോൾ പള്ളി നീട്ടില്ല, ചർച്ച എന്നാണല്ലോ ഇടുന്നത്. സ്വാമിക്ക് കുറച്ചെങ്കിലും ഇത് ഒരു ഭാഷാപരമായിട്ട് മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് ഞാൻ ധരിച്ചത്. പക്ഷേ ഗൂഗിളിലൊന്ന് പരിശോധിച്ചാൽ നമുക്ക് ഇങ്ങനെ കാണാം. പള്ളി മലയാളം മീനിങ് എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ ചർച്ച എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇനി അതുകൂടാതെ ചർച്ച എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ക്രിസ്തീയ ദേവാലയം, പള്ളി, തിരുസഭ, മതശാഖ, പള്ളി, ക്രിസ്തീയ ദേവാലയം, ദേവാലയ ശുശ്രൂഷ, ക്രൈസ്തവ പള്ളി എന്നൊക്കെയാണ് നമുക്കതും കിട്ടുന്നത്. അപ്പോൾ സ്വാമിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ സ്വാമി പറഞ്ഞ പള്ളിവേട്ട, പള്ളിക്കുറുപ്പ്, പള്ളി ഉറക്കം, പള്ളി ഉണർത്തൽ, ഇതെന്ന് പറയുന്നത് ഹിന്ദു ദേവചൈതന്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ശരിയല്ലേ? ഹിന്ദു ദേവതകളുടെ ദേവചൈതന്യം അത് ക്ഷേത്ര മതിൽക്കെട്ടിൽ നിന്നും, ആ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടുണ്ട്, മതിൽക്കെട്ടിൽ നിന്നും പുറത്തേക്ക് പ്രവഹിക്കുന്നു. അത് തിരുത്സവ കാലത്ത് പള്ളിവേട്ട എന്ന ചടങ്ങോടുകൂടിയാണ് ദേവൻ എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് എഴുന്നേൽക്കുമ്പോൾ ദേവചൈതന്യം പുറത്തേക്ക് പ്രവഹിക്കുന്നു. ശരിയല്ലേ സ്വാമി? ഗ്രാമാന്തരീക്ഷത്തിൽ ഉടലെടുക്കുന്ന മൃഗീയ വാസനകളെ തുരുത്തുവാൻ ഈ മൂലമന്ത്ര ശബദ ചൈതന്യത്തിന് കഴിയുകയും ചെയ്യും. അതിനുശേഷം വേറൊരു കാര്യമുണ്ട്. ഈ പള്ളിവേട്ടയുടെ വിഷയത്തിൽ തന്നെ ദേവൻ വന്യമൃഗങ്ങളെ വേട്ടയാടുന്ന പള്ളിവേട്ട എന്ന ചടങ്ങിൻ്റെ സാരവും ഇത് തന്നെയാണ്. പള്ളിവേട്ട കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ പള്ളിക്കുറുപ്പ് എന്ന ചടങ്ങാണ് നടക്കുക. പള്ളിവേട്ട കഴിഞ്ഞ ദേവൻ വിശ്രമത്തിനു വേണ്ടി ഉറങ്ങുന്നു എന്ന് സാധാരണ കരുതുന്ന ചടങ്ങ് തന്ത്രദൃഷ്ടിയിൽ ക്ഷേത്രമാകുന്ന യോഗീശ്വരൻ്റെ സമാധിവാദത്തിൽ എത്തിച്ചേരുന്നതാണ് പള്ളിവേട്ടയോടുകൂടി ഗ്രാമം മുഴുവൻ നിറയുന്ന ദേവചൈതന്യം. ഇതല്ലേ സ്വാമി പള്ളിവേട്ട, പള്ളിക്കുറുപ്പ്, പള്ളി ഉറക്കം, പള്ളി ഉണർത്തൽ എന്ന് പറയുന്ന കാര്യം?
അപ്പോൾ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിൻ്റെ അകത്ത് നിൽക്കുന്ന ദേവചൈതന്യം പുറത്തേക്ക് പോയി ആ ദേവൻ വന്യമൃഗങ്ങളെ വേട്ടയാടി പള്ളിവേട്ട എന്ന ചടങ്ങിൻ്റെ സാരവും ഇത് തന്നെയാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് വന്നുകൊണ്ടെങ്കിൽ അത്തരം പള്ളി ഉണർത്തൽ, പള്ളിവേട്ട, പള്ളിക്കുറുപ്പിൽ നിന്നും പള്ളി എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞാൽ, ആ വാക്ക് എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ആചാരങ്ങളിലല്ല, ഞങ്ങൾക്ക് ജീവനുള്ള ദൈവമായി ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതുകൊണ്ട് പള്ളിവേട്ടയും പള്ളിക്കുറുപ്പും ഒന്നും ഞങ്ങൾക്കില്ല. ഇനി പള്ളിവേട്ടയും പള്ളിക്കുറുപ്പുമായിട്ട് നിങ്ങളിരിക്കുകയാണ്, ആ പള്ളി എടുത്തുകൊണ്ട് പോയെന്നുണ്ടെങ്കിൽ, അതുകൂടാതെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന പല വാക്കുകളിലും വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുവന്ന പല വാക്കുകളും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് ശരിയാണോ? കേരളത്തിലാണെങ്കിൽ തന്നെ ജാതി വ്യവസ്ഥ രൂപപ്പെടുത്തിയതും ആര്യന്മാരുടെ വരവോടുകൂടിയാണ്. അവർ ശൈവ വൈഷ്ണവ മതാനുയായികളെ ഹിന്ദുമതക്കാരാക്കി. കേരളത്തിൽ ജാതി വ്യവസ്ഥ രൂപപ്പെട്ടതിൽ മതത്തിൻ്റെ സ്വാധീനം കൂടി പ്രവർത്തിച്ചിട്ടുണ്ട്. ആര്യന്മാരുടെ വരവിന് മുമ്പ് തന്നെ ബുദ്ധ ജൈന മതങ്ങൾ കേരളത്തിൽ നല്ല പ്രചാരം നേടിയിരുന്നു. ആര്യാധിവേശം ശക്തമായതോടെ മതത്തിൻ്റെ പേരിൽ ഒരു വിഭജനം ഇവിടെ അനിവാര്യമായി. ഈ മതം ഉണ്ടാക്കിയ ഈ ഹിന്ദുമതത്തിൻ്റെ ആ വരവോടുകൂടി കേരളക്കരയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങളെ പറ്റിയാണ് പറയുന്നത്. ശൈവ വൈഷ്ണവ മതാനുയായികളെ ഹിന്ദുമതക്കാരാക്കി തങ്ങളോടൊപ്പം നിർത്തി അവരിൽ തന്നെ വീണ്ടും വിഭജനം ഉണ്ടാക്കി. ഭരണാധികാരികളായ അരജവർഗത്തെ ക്ഷത്രിയരാക്കി. ഹിന്ദുമതം പിന്തുടരുന്ന മറ്റുള്ളവരെ ശൂദ്രരാക്കി. ഈ മൂന്ന് കൂട്ടരും ചേർന്ന് സവർണ വിഭാഗം അങ്ങനെ രൂപം കൊണ്ടു. ശൈവ വൈഷ്ണവ മതത്തെ എതിർത്ത് നിന്ന ബുദ്ധ ജൈന മതക്കാരെ അവർണരുവാക്കി. പിൽക്കാലത്ത് ബുദ്ധമതം ക്ഷയിക്കുകയും ഹിന്ദുമതം കൂടുതൽ ശക്തി പ്രാപിക്കുകയും ചെയ്തതോടെ ആദ്യമേ എതിർത്ത് നിന്നവരും ഹിന്ദുമതത്തിലേക്ക് വന്നു. പക്ഷെ നേരത്തെ ഉണ്ടായിരുന്ന മതവിരോധത്താൽ അവരെ അയിത്തജാതിക്കാരാക്കി, അവർണരാക്കി അകറ്റി നിർത്തി. ഇങ്ങനെ അകറ്റി നിർത്തിയവരെ ഒരുമിപ്പിച്ചതിൽ ക്രിസ്ത്യൻ മിഷണറിമാർ വലിയ പങ്ക് വഹിച്ചു. മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ശൈവ വൈഷ്ണവരെ എല്ലാം കൂടെ എന്ത് ചെയ്തു? മതത്തെ എതിർത്ത് നിന്ന ബുദ്ധമതക്കാരും ജൈന മതക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ മാറ്റി ഇവരെല്ലാവരോടും എന്ത് ചെയ്തു? ഹിന്ദുമതം പിന്തുടർന്ന് വന്നവരെ ശൂദ്രാക്കി. അങ്ങനെ ഈ മൂന്ന് കൂട്ടരോട് ചേർന്ന് ഒരു സവർണ വിഭാഗം അവരുണ്ടാക്കിയെടുത്തു. ആ ഉണ്ടാക്കിയെടുത്തതിൻ്റെ വലിയൊരു പോരായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചരിത്രങ്ങൾ വായിച്ചു വരുമ്പോഴത്തേനും കാണാം, ഈ 4 ജാതി അല്ലാതെ ആ ജാതിക്ക് താഴേക്കുള്ളവരെ അടിമകളാക്കി നിർത്തിക്കൊണ്ട് അവർ പല പാതകങ്ങളും ചെയ്തിട്ടുണ്ട്. ഒരു രാജാവ് തന്നെ വൈസ്രോയ്ക്ക് കത്തെഴുതിയത്, ഞങ്ങൾ കാലങ്ങളായി വെച്ചുകൊണ്ടിരിക്കുന്ന അടിമത്തത്തിൽ കിടക്കുന്നവരെ അവർ ക്രിസ്തുവിൻ്റെ മാർഗത്തിലേക്ക് പോകുന്നു, ഞങ്ങൾക്ക് അടിമകളെ കിട്ടാനില്ല എന്നാണ് പറഞ്ഞത്. എന്നുവെച്ചാൽ കാലങ്ങളായിട്ട് അടിമകളാക്കി പാരമ്പര്യമായിട്ട് വെച്ചുകൊണ്ടിരുന്നവരെയാണ്. അവിടെയാണ് എന്ത് ചെയ്തത്? അങ്ങനെ അകറ്റി നിർത്തിയവരെന്ത് ചെയ്തു? ഒരു ബെഞ്ചിൽ ഇട്ടിട്ട് അവിടെ ഒരുമിച്ചിരുത്തി എന്ത് ചെയ്തു? പഠനവും വിദ്യാഭ്യാസവും കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്തു? ചെയ്തു, നല്ല രീതിയിൽ ചെയ്തു. മിഷണറിമാരുടെ അധീനതയിലുള്ള വിദ്യാഭ്യാസ രംഗത്തും പ്രൊട്ടസ്റ്റന്റ് സഭയിലും ജാതി വ്യത്യാസം ഇല്ലാതാക്കാൻ അവർ ശ്രമം ആരംഭിച്ചു. അതൊരു വലിയൊരു മാറ്റമായിരുന്നു. പ്രത്യേകം ജാതിക്കാർക്ക് വേണ്ടി ആരംഭിച്ച് നടത്തിക്കൊണ്ടിരുന്ന സ്കൂളുകളിൽ മറ്റ് ജാതിക്കാരായിട്ടുള്ള കുട്ടികൾക്കും പ്രവേശനം നൽകി തുടങ്ങി. അങ്ങനെ നായർ സ്കൂളുകളിൽ സുറിയാനികളെ പ്രവേശിപ്പിച്ചു. ചങ്ങനാശ്ശേരിയിലെ നായർ സ്കൂളിൽ 1840 15 സുറിയാനി കുട്ടികൾ പഠിക്കുന്നതായി ബേക്കർ എഴുതിയിട്ടുണ്ട്. ബേക്കറിനെ ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. പക്ഷേ ഇത് വന്നപ്പോഴത്തേനും എന്തു പറ്റി? പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർ നടത്തുന്ന സ്കൂളുകളിൽ കത്തോലിക്ക സഭ അവരുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വിടുന്നത് വിലക്കിയിരുന്നു. അത് വകവെക്കാതെ രക്ഷകർത്താക്കൾ തങ്ങളുടെ കുട്ടികളെ സ്കൂളിൽ അയച്ചു. ചങ്ങനാശ്ശേരിയിലെ നായർ സ്കൂളിനെ പറ്റി 1842 ഏപ്രിൽ 26 റവറൻഡ് ബേക്കർ എഴുതിയിരിക്കുന്നു. 2 മാസം മുമ്പ് കത്തോലിക്ക പുരോഹിതൻ അൽത്താരയിൽ നിന്നുകൊണ്ട് വളരെ ഗൗരവത്തിൽ സ്കൂളിനെ നിന്ദിച്ച് സംസാരിക്കുകയും റോമൻ കത്തോലിക്ക കുട്ടികൾ സ്കൂളിൽ പോകുന്നത് വിലക്കുകയും ചെയ്തു. 2 ആഴ്ച കുട്ടികൾ വരാതെ ഇരുന്നെങ്കിലും പിന്നീട് എല്ലാവരും തിരിച്ചെത്തി. ചങ്ങനാശ്ശേരി സ്കൂളിൽ ഹാജരാകുന്ന ആൺകുട്ടികളിൽ ബ്രാഹ്മണ, നായർ, ക്രിസ്ത്യാനികൾ എന്നിവരുമുണ്ട്. എന്നാൽ മുഹമ്മദിയർ ഇല്ല. അപ്പോൾ ഈ പണ്ട് മുതലേ പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർ ചെയ്യുന്ന ആ സേവനങ്ങൾക്കെതിരെ പലരും എതിർപ്പായിരുന്നു.
ആ എതിർപ്പുകളെ അതിജീവിച്ചത് കൊണ്ട് തന്നെയാണ് ബ്രാഹ്മണർ, നായർ, ക്രിസ്ത്യാനികൾ അവരെന്ത് ചെയ്തു? ഒരുമിച്ചിരുന്ന് പഠിക്കുവാൻ തയ്യാറായി. ആ ഒരു പഠനത്തിനൊക്കെ ദൈവം അവരെ സഹായിച്ചു എന്ന് പറയാൻ പറ്റും. ഇനി ബ്രാഹ്മണര് പുതിയ വിദ്യാഭ്യാസത്തിന്റെ പാതയിലേക്ക് വന്നു തുടങ്ങിയത് ഒരു വലിയ മാറ്റമായിരുന്നു. എങ്കിലും അവരുടെ കുട്ടികളുടെ എണ്ണം വളരെ കുറവായിരുന്നു. കാരണം അവർക്ക് ബ്രാഹ്മണപരമായിട്ടുള്ള രീതിയിൽ ജീവിച്ച് അവരുടെ ആ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് എന്താണ് ആ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമില്ലായിരുന്നു. കാരണം അവർക്കെല്ലാം വീടുകളിൽ എത്തിക്കൊണ്ടിരിക്കുകയല്ല, അവർക്ക് എന്തിനാ വിദ്യാഭ്യാസം? പക്ഷേ ഡോക്ടർ സാമുവൽ നെല്ലുമുള്ള കേരളത്തിലെ സാമൂഹ്യ പരിവർത്തനം എന്ന കൃതിയുടെ പുറം 425 മുതൽ 427 വരെ വായിച്ചു കഴിഞ്ഞാൽ 1840 മുതൽ 3 നായർ സ്കൂളുകളിൽ റവറൻഡ് ബേക്കർ നടത്തിയിരുന്നു. ഓരോന്നിനും 50ഉം 70ഉം കുട്ടികൾ ഓരോ വർഷവും കാണും. 1860 ആയപ്പോൾ നായർ സുറിയാനി വിഭാഗത്തിൽപ്പെട്ട ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചാണ് പഠിച്ചിരുന്നത്. നായർ സമുദായത്തിലുള്ളവരുമായി ഇടപെടാനും അവരുടെ ജാതി ചിന്ത കുറയ്ക്കുവാനും ഈ സ്കൂൾ വളരെ സഹായിക്കുന്നു. ഇവിടെ എല്ലാ ആഴ്ചയും ഒരു ദിവസം വേദഭാഗം വായിച്ച് വ്യാഖ്യാനിക്കുന്നു. അത് കേൾക്കാൻ പുറത്ത് ധാരാളം ആളുകൾ വന്നിരിക്കും. ഡോക്ടർ സാമുവൽ നെല്ലുകൊണ്ട് കേരളത്തിലെ സാമൂഹ്യ പരിവർത്തനം എന്ന കൃതിയുടെ പുറം 425 മുതൽ 427 വരെ. അപ്പോൾ ഇത് ആ സ്കൂളുകളിൽ അവരെ സഹായിക്കുന്നു. ഇവിടെ എല്ലാ ആഴ്ച ഒരു ദിവസം വേദഭാഗം വായിച്ച് വ്യാഖ്യാനിക്കും. അത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞല്ലോ. അടിമത്തത്തിൽ കിടന്ന മനുഷ്യരുടെ ചെവിയിലേക്ക് സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ വാക്കുകൾ കടന്നു ചെല്ലുന്നത് വരെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ ആ വായിൽ നിന്നാണ്. കാരണം അവർ അടിമത്തത്തിൽ നിന്നും എല്ലാത്തിനും എടുത്തു ദൂരെ കളഞ്ഞുകൊണ്ടാണ്. അത് പറയുന്നത് തീർച്ചയായും അന്ധത ബാധിച്ച നേത്രഗോളത്തെ തുറക്കുന്നതാണ് വിദ്യാഭ്യാസം എന്ന് റവറൻഡ് ജി പെററ്റ് 1850 എഴുതി. അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം കൂടെ. തൻ്റെ കുട്ടിക്ക് വിദ്യാഭ്യാസം നൽകാത്ത ഒരു പിതാവ് ശിക്ഷാർഹനായ കുറ്റവാളിയാണ്. ഇന്ത്യയെപ്പോലെ അന്ധവിശ്വാസവും അസമത്വവും നിറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യത്ത് വിദ്യാഭ്യാസം എത്രമാത്രം ആവശ്യമായിരുന്നുവെന്ന് ആദ്യത്തെ പ്രസ്താവന സൂചിപ്പിക്കുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ മാനുഷികവും സർവലൗകികവുമായ പ്രയോജനത്തെയാണ് രണ്ടാമത്തെ അഭിപ്രായം സൂചിപ്പിക്കുന്നത്. വിദ്യാഭ്യാസം മൗലികാവശ്യമാണെന്ന അർത്ഥവും അതിലടങ്ങിയിരിക്കുന്നു. മക്കളുടെ വിദ്യാഭ്യാസം ഒരു പിതാവിന് പോലും നിഷേധിക്കാൻ അവകാശമില്ല. അത്യന്തം ന്യൂനതവും സുദൃഢവും ആയ ഇത്തരം ആശയങ്ങൾ മിഷണറിമാർ സമൂഹത്തിൽ പ്രചരിപ്പിച്ചതിൻ്റെ ഫലമായി പുതിയ വിദ്യാഭ്യാസത്തെപ്പറ്റി നാട്ടുകാർക്കുണ്ടായിരുന്ന മുൻവിധികൾ കുറയുവാൻ തുടങ്ങി. മതം മാറ്റുമെന്ന ആശങ്കയില്ലാതായി. പുതിയ സ്കൂൾ തുടങ്ങുന്നതിന് നാട്ടുകാർക്ക് ഉത്സാഹമായി. 1848 CMSന്റെ കോട്ടയം, തൃശൂർ, കൊച്ചി, മാവേലിക്കര, ആലപ്പുഴ എന്നീ മിഷൻ കേന്ദ്രങ്ങൾക്ക് കീഴിൽ 60 സ്കൂളുകൾ ഉണ്ടായിരുന്നു. ഗ്രാമർ സ്കൂൾ, കോളേജ് വേറെയും എന്നിവ വേറെ. ഈ 1848 CMSന്റെ ഒക്കെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായിട്ട് നടന്നു. ഈ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് മലബാറിൽ ബാസൽ മിഷൻ വിദ്യാഭ്യാസ പ്രവർത്തനം ത്വരിതപ്പെടുത്തിയിരുന്നു. 1848 കല്ലായിൽ ആരംഭിച്ച സ്കൂൾ വൻ വിജയമായിരുന്നു. ആദ്യം ഹൈസ്കൂളും പിന്നീട് കോളേജുമായി. അതാണ് മലബാർ ക്രിസ്ത്യൻ കോളേജായിട്ട് വളർന്നത്. മനസ്സിലായോ? സ്വാമി ആൾക്കാരെ അകത്ത് കയറ്റാതെ പുറത്തിരുത്തി കഥ കടച്ചിരുന്ന ആ കാലഘട്ടത്തിൽ നിന്നും മാറ്റി മനുഷ്യർക്ക് ഇത്രയും വലിയൊരു പ്രയോജനത്തിലേക്ക് എത്തിച്ചത് ക്രൈസ്തവ മിഷന്മാർ തന്നെയാണ്. ജാതിഭേദത്തിൽ എന്തർത്ഥമുണ്ട്? ജാതിഭേദത്തിൽ എന്താണ് അർത്ഥമുള്ളത്? എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരർത്ഥവുമില്ലാത്തതാണ് ഈ ജാതിയുടെ ഇതിൽ. അതിനെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: വിഭിന്ന ജാതിക്കാർ തമ്മിലുള്ള അകൽച്ച കുറയ്ക്കുന്നതിനും അവരെ തമ്മിൽ യോജിപ്പിക്കുന്നതിനും ഏറ്റവും ഫലപ്രദമായ മാർഗം സ്കൂൾ വിദ്യാഭ്യാസമായിരുന്നു. ഒരു ക്ലാസ് മുറിയിൽ ഉയർന്ന ജാതിക്കാരനും താഴ്ന്ന ജാതിക്കാരനും ഒരുമിച്ചിരിക്കുന്നതിനെപ്പറ്റി നാട്ടുകാർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. മിഷണറിമാർക്ക് അങ്ങനെ സങ്കല്പിക്കാനായിരുന്നു എളുപ്പം. ആദ്യമായി അങ്ങനെ ഒരു പുതിയ സമൂഹം ക്ലാസ് മുറിയിൽ രൂപപ്പെടുത്തിയത് റവറൻഡ് ജോസഫൻ, റവറൻഡ് നോർട്ടൺ, റവറൻഡ് ജോസഫ് പിറ്റ് എന്നിവരാണ്. കോട്ടയം ഗ്രാമർ സ്കൂളിൽ ആദ്യം നായർ കുട്ടികളും സിറിയൻ കുട്ടികളും പിന്നീട് ഈഴവ കുട്ടികളും ഒരേ ക്ലാസ് മുറിയിൽ ഇരുന്ന് പഠിച്ചിരുന്ന കാര്യം മുമ്പ് എഴുതിയിട്ടുണ്ട്. മാവേലിക്കരയിലുള്ള തൻ്റെ സ്കൂളിൽ നടപ്പാക്കിയ ധീരമായ നടപടിയെപ്പറ്റി അദ്ദേഹം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്:
മുതിർന്നവരുടെ മനസ്സിൽ ഉള്ളിടത്തോളം ജാതി ചിന്ത കുട്ടികളുടെ മനസ്സിൽ കാണുകയില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ സമന്മാരായ മനുഷ്യർ ജാതിയുടെ പേരിൽ താഴ്ന്നവരെന്നും ഉയർന്നവരെന്നും അശുദ്ധരെന്നും ശുദ്ധരെന്നും പരസ്പരം അകന്നു നിൽക്കുന്നത് അപരിഷ്കൃതമാണ്. അതുകൊണ്ട് എൻ്റെ സ്കൂളിൽ വിഭിന്ന ജാതിക്കാരായ കുട്ടികളെ ഒരുമിച്ചിരുത്തി പഠിപ്പിക്കുവാൻ ഞാൻ തീരുമാനിച്ചു. ഉയർന്ന ജാതിക്കാരായ കുട്ടികൾ പഠിക്കുന്ന അതേ സ്കൂളിൽ താഴ്ന്ന ജാതിക്കാരായ കുട്ടികളും പഠിക്കണമെന്ന് ഞാൻ നിർബന്ധിക്കുക തന്നെ ചെയ്തു. അത് മിഷണറി പ്രവർത്തനത്തിന് മറ്റൊരു പ്രതിബന്ധമായിരുന്നു. വിഭിന്ന ജാതിക്കാരായ കുട്ടികളെ ഒരു അധ്യാപകനാണ് പഠിപ്പിക്കുന്നതെങ്കിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട കുട്ടികളെ പ്രത്യേകം മുറിയിൽ ഇരുത്തണമെന്ന് ഉയർന്ന ജാതിക്കാരായ രക്ഷകർത്താക്കൾ തീരുമാനിച്ചു. ഇത്തരം പ്രതിസന്ധികളോട് ഞാൻ സമരം ചെയ്തു. അവരെ നേരിടുവാൻ ഞാനൊരു പദ്ധതിയുമായി മുമ്പോട്ട് പോവുകയാണ്. എൻ്റെയും അവരുടെയും മനസ്സിനെ പൊരുത്തപ്പെടുത്താവുന്ന അനുരഞ്ജനത്തിൻ്റെ പദ്ധതിയാണ്. എപ്പോൾ ചോദിച്ചാലും എൻ്റെ ഉദ്ദേശം പൂർണ്ണമായി ഞാൻ വ്യക്തമാക്കാം. എൻ്റെ വീക്ഷണത്തിൻ്റെ സത്യസന്ധത അവരെ ബോധ്യപ്പെടുത്തും. എൻ്റെ പ്രവർത്തനത്തിനുള്ള അനിഷ്ടം വ്യക്തമാക്കാൻ ഞാൻ അവരോട് അപേക്ഷിക്കും. സ്കൂളിലെ ജാതി വ്യത്യാസത്തെക്കുറിച്ച് വ്യത്യസ്ത ജാതിക്കാർക്ക് പ്രത്യേക മുറികൾ അനുവദിക്കുന്നതിനെ ഞാൻ എതിർക്കുന്നു. എന്തെന്നാൽ എല്ലാ കുട്ടികളും ഒരുമിച്ചിരുന്ന് പഠിക്കണം. അല്ലയോ സ്വാമിജി, മേലാളന്മാരായിട്ടിരുന്നവർക്കെല്ലാം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ സ്വാമി? ഇത് എപ്പോഴാണെന്നറിയാമോ? ഇത് എഴുതിയത് തന്നെ അദ്ദേഹം തൻ്റെ സ്കൂളിൽ തൻ്റെ തീരുമാനം നടപ്പാക്കുന്നതിന് ശേഷമാണ്. ഇത് ഇങ്ങനെ എഴുതിയത് സ്കൂളിൽ നടപ്പാക്കുന്നതിന് ശേഷമാണ്. പക്ഷേ ഇതിൽ വേറൊരു കാര്യം എന്താ അറിയോ? ഈ തീരുമാനം ഈ ക്രൈസ്തവ മിഷണറി എടുക്കുമ്പോൾ ഈ തീരുമാനം ക്രൈസ്തവ മിഷണറി ആയിട്ടുള്ള അദ്ദേഹം ഈ തീരുമാനം എടുക്കുമ്പോൾ ശ്രീനാരായണ ഗുരു ജനിച്ചിട്ട് പോലുമില്ല കേട്ടോ. ശ്രീനാരായണ ഗുരു ജനിക്കുന്നതിന് 5 വർഷം മുമ്പാണ് ഈ ഒരു തീരുമാനം അദ്ദേഹം എടുക്കുന്നത്. സ്വാഭാവികമായി കഠിനമായ എതിർപ്പുകൾ സവർണ വിഭാഗത്തിൽ നിന്ന് അദ്ദേഹത്തിനുണ്ടായി. എതിർപ്പുകൾ കൂടുന്തോറും പീറ്റിൻ്റെ സമരവീര്യവും വർദ്ധിച്ചുകൊണ്ടിരുന്നു. അതാണല്ലോ ഈ ക്രിസ്ത്യൻ മിഷന്മാർ ഞങ്ങൾക്കുള്ള ഈ ക്രിസ്ത്യാനിറ്റി നിൽക്കുന്നവർക്കുള്ള ഒരു പ്രത്യേകത. എത്രത്തോളം എതിർപ്പുകൾ കൂടുന്തോറും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യും? ആ വീര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എതിർപ്പുകളുള്ള നാട്ടിൽ സുവിശേഷം അതിശക്തമായി പടർന്നു പന്തലിക്കും. അതെ, എതിർപ്പുകൾ കൂടുന്തോറും സുവിശേഷം പടർന്നു പന്തലിക്കും. എതിർപ്പുകൾ കുറയും തോറും സുവിശേഷം ഉറങ്ങിക്കിടക്കും. അതൊരു പ്രത്യേകത തന്നെയാണ്. നിങ്ങൾ വടക്കേന്ത്യയിലേക്കൊക്കെ ഒന്ന് നോക്കിയാൽ മതി. എതിർപ്പുകൾ കൂടുന്നു, സുവിശേഷകരെ അടിക്കുന്നു, സുവിശേഷകരുടെ വീടുകൾ കത്തിക്കുന്നു, ബൈബിള് കത്തിക്കുന്നു, അവിടെ സഭ കത്തിച്ചു കളയുന്നു, അനേകരെ കൊന്നുകൊള്ളുന്നു. വീര്യം ചോരത്തില്ല. കാരണം എന്താ അറിയോ? ഞങ്ങൾ കൊന്നു വളർന്നവരല്ല സത്യസുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർ. മരിച്ചു വീണ് വളർന്നു വന്നവരാണ്. അതുകൊണ്ട് എത്ര മരണം നടന്നാലും എത്ര അടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു കാര്യം ഉറപ്പാണ്, ആ ദേശത്ത് സത്യസുവിശേഷം വളർന്നുകൊണ്ടേയിരിക്കും. അതിനൊരു പ്രത്യേകത തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ ഈ സമരവീര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. യുക്തിക്ക് നിരക്കാത്തതും മനുഷ്യത്വരഹിതമായി ജീർണിച്ച ആചാരങ്ങളോടാണ് താൻ സമരം ചെയ്യുന്നതെന്ന് പീറ്ററിന് നല്ല ബോധമുണ്ടായിരുന്നു. അതെന്താ സംഭവം എന്നറിയാമോ? ഈ ജീർണിച്ച ആചാരം എന്ന് വെച്ചാൽ അടിമയായിട്ട് കിടക്കുന്നവരെന്നും അടിമ തന്നെ. അവന് സ്കൂളിലോ എവിടെയും പോകാൻ പറ്റത്തില്ല. ഇപ്പോൾ ജാതിയുടെ പേരിലുള്ള വിഡ്ഢിത്തങ്ങൾ കണ്ട് ഉയർന്ന ജാതിക്കാരുമായി പലപ്പോഴും മിഷണറിമാർക്ക് തർക്കിക്കേണ്ടി വന്നിട്ടുണ്ട്. ചിലവർ പറയും ഞങ്ങളെപ്പോലുള്ളവരാണ് തർക്കമായിട്ടാണ്. അല്ല, ആ കാലഘട്ടത്തിൽ ഒരു സ്കൂളിൽ ഒരു വിദ്യാർത്ഥി വന്ന് പഠിക്കാൻ, അത് എല്ലാവരും ഒരുമിച്ചിരുന്ന് പഠിക്കാൻ വേണ്ടി ഉയർന്ന ജാതിക്കാരുമായിട്ട് തർക്കങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. ചിലവർ പറയേ നമുക്ക് തർക്കവും വാദമൊന്നും പാടില്ല. നമുക്ക് തർക്കവും വാദമൊന്നും പാടില്ല, നമ്മൾ തർക്കിക്കാനൊന്നും പോകാൻ പാടില്ല. തർക്കിക്കേണ്ടിടത്ത് തർക്കിക്കുക തന്നെ വേണം. തർക്കിച്ചിട്ടുമുണ്ട്. തർക്കത്താൽ പല കാര്യങ്ങളും നേരെയായിട്ടുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ തന്നെ അപ്പോസ്തലനായ പൗലോസ് തൊർണോസിൻ്റെ പാഠശാലയിൽ 2 സംവത്സരവും 3 മാസവും സംവാദം നടത്തിയെന്ന് തന്നെ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തർക്കവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ 1857 ജനുവരി 17 നടന്ന ഒരു സംഭവം റവറൻഡ് ഉമ്മൻ മാമൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് തിരുവല്ലയിൽ നിന്ന് ഏതാനും അടിമ ക്രിസ്ത്യാനികളും വേദപഠനം ആഗ്രഹിക്കുന്ന അടിമകളും എന്നെ കാണാൻ വന്നു. അവർ എൻ്റെ ഗേറ്റിനരികിൽ നിൽക്കുമ്പോൾ നാട്ടിലെ പ്രമാണിയായ ഒരു നായർ ആ വഴി വന്നു. താൻ അശുദ്ധനായെന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം വേഗം എന്നെ വിളിച്ചു. ഞാൻ കൂടെ അടിമകളെ വരുത്തി നായന്മാരെ ഉപദ്രവിക്കുന്നുണ്ടെന്ന് പരാതി പറഞ്ഞു. ഇനി അടിമകൾ ഇവിടെ വന്നാൽ അവരെ അടിക്കും എന്ന് അദ്ദേഹം ഭയപ്പെടുത്തി. അദ്ദേഹത്തെ ശാന്തനാക്കാൻ ഞാൻ ശ്രമിച്ചു.
കുറെ ഉച്ചത്തിൽ രോഷത്തോടെ സംസാരിച്ച ശേഷം ശുദ്ധി വീണ്ടെടുക്കാൻ കുളിക്കാൻ പോയി. അപ്പോൾ ഇത് വായിച്ചപ്പോഴത്തേന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അവിടെ അടിമകളെ വിളിച്ചു വരുത്തി അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നു. അടിമകളെ വിളിച്ചു വരുത്തുന്ന പോലും അവർക്കൊരു ഉപദ്രവമായി മാറിയിരിക്കുകയാണ്. എന്താണ്? അദ്ദേഹം അതുവഴി പോയപ്പോൾ തന്നെ അടിമകൾ അവിടെ നിൽക്കുന്ന കണ്ടപ്പോൾ തന്നെ അദ്ദേഹം അശുദ്ധിയായി എന്നാണ് പറയുന്നത്. ഈ ജാതി എന്ന് പറയുന്ന ഒരു വലിയ സാമൂഹ്യ തിന്മയാണ്. മുൻപൊരു കാരണം അത് വളരെ മുൻപേ ഉള്ളതാണ്. അതിനെ എടുത്ത് മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ഉള്ളിൽ നിന്ന് അതെടുത്ത് മാറ്റുക എന്നുള്ളതാണ്. ഒരുതരം അതിഭ്രമം, ജാതി, വർഗം എന്നിവ കൽപ്പിച്ച് ഒരു വിഭാഗം ആളുകൾ അവരുടെ ജന്മം ഇത്തരം പരിഹാസ്യമായ സംഭവങ്ങൾക്ക് വിഷയന്മാരുടെ ജാതി വിരുദ്ധ ആദർശങ്ങളെ ശക്തിപ്പെടുത്തി. ജാതി ചിന്തയ്ക്കെതിരായിട്ട് ധാരാളം ലേഖനങ്ങൾ അവരെന്ത് ചെയ്തു? പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. 1857 ഒരു ജേണലിൽ നിന്നും ഒരു ഭാഗം ഒന്ന് ഉദ്ധരിക്കാം. പവിത്രമാണെന്ന് വിശ്വസിച്ച് മറ്റുള്ളവരെ താഴ്ന്ന തട്ടിൽ നിർത്താനുള്ള ഒരു തന്ത്രം എന്നല്ലാതെ ജാതി വിഭജനത്തിൽ യുക്തിയില്ല. അപ്പം അത് പണ്ട് മുതലേ ഈ ജാതി പറഞ്ഞുകൊണ്ട് പലരെയും പല രീതിയിലായിട്ട്, ഇപ്പോഴും ഞങ്ങളൊക്കെ ഈ ഞാനും അനിൽകുമാർ അയ്യപ്പൻ ബ്രദർ ഞങ്ങളൊക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് സാക്ഷിയുടെയും ട്രൂത്ത് വെറ്റേഴ്സിൻ്റെ ഒക്കെ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഷിജുമോൻ തങ്കപ്പൻ, അതേപോലെ അങ്ങനെ സഹോദരന്മാർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ അനിൽകുമാർ അയ്യപ്പൻ ബ്രദർ എപ്പോഴും ഈ സവർണ ക്രിസ്ത്യാനികളെന്ന് പറയുന്ന കുറേ ആൾക്കാർ വന്നിട്ട് പറയുന്നത്, നീ ഇപ്പോഴും പഴയ ജാതിയിലല്ലേ. ആ പറയാൻ വരുന്നവരുടെ ആദ്യകാല ജാതിയുടെ ഇതൊന്ന് നോക്കാൻ പോയി കഴിഞ്ഞാൽ വളരെ വിഷമത്തോടുകൂടിയേ നിങ്ങൾക്ക് നേടാൻ പറ്റും. അതിനെപ്പറ്റി ഇഷ്ടംപോലെ നിങ്ങളുടെയൊക്കെ തന്നെ പുസ്തകങ്ങളുണ്ട്. ഒരുത്തൻ ക്രിസ്തുവിലായൊരു പുതിയ സൃഷ്ടിയായി, അതവർക്ക് അംഗീകരിക്കാൻ ഇപ്പോഴും പറ്റുന്നില്ല. മേൽക്കോയ്മയുടെ മുമ്പിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പറ്റുന്നില്ല. പക്ഷെ ഞങ്ങളെപ്പോലുള്ളവർക്ക് ക്രിസ്ത്യാനികളെന്ന് സത്യക്രിസ്ത്യാനികളെന്ന് അവകാശം ഞങ്ങൾക്ക് എപ്പോഴും ഒരു പുതിയ സൃഷ്ടിയായിട്ട് ഞങ്ങൾക്ക് ചേർത്ത് പിടിക്കാനേ പറ്റത്തുള്ളൂ. കാരണം ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിക്കാൻ വേണ്ടി അവരെപ്പോലുള്ളവരെ ഒത്തിരി ആൾക്കാരുണ്ട് അങ്ങനെ. പക്ഷെ ഈ മേൽക്കോയ്മ ധരിച്ച് നടക്കുന്ന പഴയ ആഠ്യത്വത്തിൻ്റെ ആൾക്കാർക്ക് ഇപ്പോഴും പരിഹാസമാണ്. എന്തിനു പരിഹസിക്കുന്നു? ക്രിസ്തുവിനെ അറിയാമെന്ന് പറയുന്നത് തന്നെ, ക്രിസ്തുവിനെ രക്ഷകനാഥനുമായി സ്വീകരിക്കാമെന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അങ്ങനെ ഭാഗ്യപദവിയിലേക്ക് വന്നവരെ ജാതിയുടെയും കളറിൻ്റെയും ഒക്കെ പറഞ്ഞ് ആരെങ്കിലും മാറ്റി നിർത്തുന്നുണ്ട്. നീ ഒന്നും ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് വന്നിട്ടില്ല, ക്രിസ്തുവിനെ അറിയാതെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് നിങ്ങൾ. ഞാനൊന്നുകൂടെ പറയുന്നു, ജാതിയുടെയും മതത്തിൻ്റെയും കളറിൻ്റെയും ഒക്കെ പേരിൽ മാറ്റി നിർത്തുന്ന, അല്ലെങ്കിൽ അവരെ ആ രീതിയിൽ ആരെങ്കിലും മനസ്സുകൊണ്ട് ഇന്നതിൽ നിന്ന് വന്നതല്ലേ എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു മനുഷ്യനും ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല. ക്രിസ്ത്യാനി എന്ന ഒരു റെയിൻകോട്ട് ഇട്ടുകൊണ്ട് നടക്കണം, ആവശ്യം കഴിയുമ്പോൾ ഊരി മാറ്റുന്ന റെയിൻകോട്ട് ഇട്ടുകൊണ്ട് നടക്കുന്നവരാണ് നിങ്ങൾ. അത് പ്രത്യേകം പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ജാതി എന്ന് പറയുന്ന ഒരു പിശാചാണ്. ജാതി വ്യവസ്ഥ എന്ന പരമ്പര, അല്ലെങ്കിൽ ജാതി വ്യവസ്ഥ എന്ന പമ്പര വിഡിത്തമാണ്. മനസ്സിലായോ? ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് തന്നെ ഒരു വിഡിത്തമായിട്ടാണ് അന്നും എല്ലാവരും കണ്ടുകൊണ്ടിരുന്നത്. അത് ഡോക്ടർ സാമുവൽ നെല്ലിമുള്ള എഴുതിയിരിക്കുന്ന കേരളത്തിലെ സാമൂഹിക പരിവർത്തനം എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്ത്യയിൽ മറ്റൊരിടത്തും ജാതി വ്യവസ്ഥ ഇത്രയും അലംഘ്യമായി നിലനിൽക്കുന്നില്ല. ജാതി വ്യവസ്ഥ പിശാചിൻ്റെ ഒരു സൂത്രമാണ്. എല്ലാ ജാതിക്കാർക്കും അതുമൂലം നാശമുണ്ടാകും. മനുഷ്യനോട് അന്യായമായി പ്രവർത്തിക്കാനുള്ള ലൈസൻസാണ് ജാതി സിദ്ധാന്തം. അനീതിയുടെയും ധർമ്മലോപത്തിൻ്റെയും വെറുപ്പിൻ്റെയും പ്രവണതയ്ക്ക് അത് മനസ്സിൽ സ്ഥാനം നൽകുന്നു. ജാതി സമ്പ്രദായത്തെ ദൂരെ എറിയണം. ഡോക്ടർ സാമുവൽ നെല്ലിമുള്ള എഴുതിയിരിക്കുന്ന പുസ്തകത്തിൻ്റെ സാമൂഹിക പരിവർത്തനം എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ ഈ ജാതി ഒരു പ്രശ്നമാണ് എന്നതിന് മറ്റൊരു തെളിവും കൂടി തരാം. ഈ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ അടിമ സ്കൂളുകളിൽ എന്താണ്, അടിമ സ്കൂളുകളിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളെ അടിച്ചമർത്തിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. കാരണം അവർക്ക് പകൽ വന്ന് പഠിക്കാനുള്ള സമയമില്ല. കാരണം അവർ പകൽ സമയങ്ങളിൽ പോലും എന്താണ്, അടിമ ഇതിൽ തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ പോലും. അവർക്ക് രാത്രിയിലേ പറ്റത്തുള്ളൂ. അപ്പം പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ അടിച്ചമർത്തിയത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു.
അപ്പോൾ ഇഞ്ചിയൻ രവി എന്ന് പറയുന്ന അദ്ദേഹം എഴുതിയിരിക്കുന്ന ആ പുസ്തകത്തിൽ നിന്ന് ഞാൻ ഉദ്ധരിച്ച ഭാഗങ്ങൾ നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അടിമ സ്കൂളിൽ പഠിക്കാൻ തുടങ്ങിയത് പറഞ്ഞു അവിടെ പറയുന്നത്, അല്ലെങ്കിൽ അവിടെ അന്നത്തെ കാലത്തുണ്ടായിരുന്നത് ചെയ്തത് എന്താണെന്ന് അറിയാമോ? പിറ്റേന്ന് 3-4 അടിമ കുട്ടികളെ കൂടി സ്കൂളിലെത്തിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിമോദ്ധാരണ മിഷൻ പ്രവർത്തകർ എന്ത് ചെയ്തു? അവർ പോയി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് അടിമയായിട്ട് കിടന്നവരെ പല ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാളയോടുകൂടെ തന്നെ ഒരു സ്ഥലത്ത് കാളയും മറ്റൊരു സ്ഥലത്ത് ഈ അടിമയെ നിർത്തിക്കൊണ്ട് പൂട്ടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ദൈവം അനുവദിച്ചാൽ അടുത്ത എപ്പിസോഡിൽ അതിനെപ്പറ്റി പറയാം. ആ കാലഘട്ടത്തിൽ ഈ അടിമോദ്ധാരണ മിഷൻ എന്ന് പറയുന്ന ഒരു മിഷൻ പ്രവർത്തനം തന്നെ ഉണ്ടായിരുന്നു. അടിമകളെ അവിടുന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് നിങ്ങൾ അടിമകളല്ല, ക്രിസ്തുവിൻ്റെ മക്കളാണെന്ന് പറയാൻ തക്കവണ്ണം വായിക്കാനും എഴുതാനും എല്ലാം പഠിപ്പിച്ചിരുന്ന ഒരു മേഖല ഉണ്ടായിരുന്നു ക്രൈസ്തവ മിഷന്മാർക്ക്. അപ്പം 3-4 അടിമക്കുട്ടികളെ സ്കൂളിലെത്തിച്ചു. അടിമോദ്ധാരണ മിഷൻ പ്രവർത്തകർ കാവൽ നിന്നു. 1 മാസം കുഴപ്പമില്ലാതെ പോയി. കാവൽ അവസാനിച്ചപ്പോൾ ഒരു രാത്രി ആചാര സംരക്ഷകരെത്തി അടിമ സ്കൂൾ അഗ്നിക്കിരയാക്കി. പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളെ തല്ലിച്ചതച്ചു. കോങ്കിലെയും ചെമ്പുവിനെയും തട്ടിക്കൊണ്ടുപോയി. അച്ഛൻ ഓടിയെത്തിയെങ്കിലും അക്രമി സംഘത്തെ നേരിടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അടികൊണ്ട് അവശരായ അടിമകൾ പ്രാണരക്ഷാർത്ഥം കുടുംബസമേതം പല ഭാഗങ്ങളിലേക്കും പാലായനം ചെയ്തു. അവരെ തിരിച്ചു കൊണ്ടുവരാൻ മാത്തച്ഛന് നന്നേ പാടുപെടേണ്ടതായി വന്നു. ഈഴോമുറി പുരയിടത്തിൽ വീണ്ടും ഷെഡ് കെട്ടാൻ അനുവദിച്ചില്ല. സവർണ ഭീഷണി ഭയന്ന് പുരയിടം ഉടമ സ്ഥലം നൽകിയില്ല. ഇഞ്ചിയൻ രവി, കാണാത്ത കേരളം, പേജ് 22. ഇപ്പോൾ മനസ്സിലായോ? സ്വാമിക്ക് ഏകദേശം കാര്യം മനസ്സിലായിരുന്നു. സവർണരായിട്ടുള്ളവരെ അടിമകൾക്ക് പഠിക്കാൻ പോലും ഒരു അവസരം കൊടുത്തില്ല, രാത്രിയിൽ പോലും. ഈ ഇപ്പോൾ കേട്ട ആ വോയിസ് സ്വാമി പറഞ്ഞല്ലോ, പള്ളി എന്ന് പറയുന്നത്. അതിനുശേഷം സ്വാമി കുറച്ച് കാര്യം പറഞ്ഞല്ലോ. പഠനം എന്ന് പറയുന്നത് സരസ്വതി എന്നാണ്. ആ സരസ്വതിയെ പഠിക്കാൻ വേണ്ടി വന്ന, സരസ്വതിയുടെ ഇതിൽ പഠിക്കാൻ വന്ന ആൾക്കാരെ അടിച്ചോടിച്ചതിൻ്റെ ചരിത്രമാണ് ഈ പറഞ്ഞത്. അടുത്ത എപ്പിസോഡിൽ സരസ്വതിയുടെ ആൾക്കാരെ വേറെ എന്തൊക്കെ ചെയ്തു എന്നുള്ളതൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ദൈവം അനുവദിച്ചാൽ അത് ചെയ്യാനും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം മിഷണറിമാർ ഹിന്ദു മതത്തെ ആക്രമിക്കുകയാണ് ഉണ്ടായത് എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. ഹിന്ദു മതത്തിലേക്ക് ഞങ്ങൾ ക്രിസ്തുവിനെ കൊടുത്തു, അവരുടനെ ക്രിസ്ത്യാനിയായി, അങ്ങനെ ഞങ്ങളുടെ ഹിന്ദു മതത്തെ ആക്രമിക്കുകയാണ്, ഞങ്ങൾക്കൊരു രക്ഷയില്ല. വടക്കേ ഇന്ത്യയിലാണെങ്കിലും ഇപ്പോഴും കേരളത്തിലാണെങ്കിലും നിങ്ങൾ മതം മാറ്റിക്കൊണ്ടിരിക്കുകയല്ല, മതം ഒന്നും ആരും ക്രിസ്തുവിൻ്റെ മാർഗം നല്ലതാണെന്ന് തിരഞ്ഞെടുക്കുന്നതും ക്രിസ്തുവിനെ സ്വീകരിക്കും. അത് എല്ലാ മേഖലകളിലും പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ചരിത്ര പുസ്തകങ്ങളൊക്കെ ഒന്ന് വായിച്ചാൽ മതി. പല ആൾക്കാരും, പഴയ ആൾക്കാരായിട്ടുള്ള പല ആൾക്കാരും പറയുന്നുണ്ട് ക്രിസ്തു മതം ഏറ്റവും നല്ലതാണ്. അതൊക്കെ നല്ല രീതിയാണ്. അപ്പോൾ ഇവിടെ സി കേശവൻ അതിനൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. ഏതിനാ? ഹിന്ദു മതത്തെ ആക്രമിക്കുകയാണ്, മിഷണറിമാർ ഹിന്ദു മതത്തെ ആക്രമിക്കുകയാണെന്ന് പറഞ്ഞതിന് സി കേശവൻ തൻ്റെ ജീവിത സമരം എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ അകത്തൊരു മറുപടി കൊടുക്കുന്നുണ്ട്. ഈ മിഷണറിമാരുടെ ആക്രമണം ഇല്ലായിരുന്നെങ്കിൽ ഏഴജാതികൾക്ക് അന്ന് അഭയം എവിടെ കിട്ടുമായിരുന്നു എന്നും ഈ രാജ്യത്തെ വിദ്യാഭ്യാസ നിലവാരം എങ്ങനെ നിൽക്കുമായിരുന്നുവെന്നും ഊഹിക്കാൻ പോലും സാധ്യമല്ല. ഹിന്ദു ദേവസ്വങ്ങൾക്കും അന്നത്തെ ഊർധ്വനിൽ ഒടുങ്ങുകയെ ഗതിയുണ്ടായിരുന്നുള്ളൂ. മൺട്രോയുടെ ജീവചരിത്രം എഴുതപ്പെടേണ്ട ഒന്നാണ്. തിരുക്കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം അതിന് തക്ക പ്രാധാന്യമുള്ള ഒരു ചരിത്ര പുരുഷനാണ് അദ്ദേഹം. സി കേശവൻ എഴുതിയ ജീവിത സമരം, പുറം 103, 104 ഇതിൻ്റെ അകത്താണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ സ്വാമിക്ക് ഏകദേശം കാര്യം മനസ്സിലായല്ലോ. സ്വാമി ചിദാനന്ദപുരി ഈ നിങ്ങളുടേതായിട്ടുള്ള സർക്കിളിൽ ഇരുന്നുകൊണ്ട് ഇതൊക്കെ വിളിച്ചു പറയുമ്പോൾ അത് യൂട്യൂബിൻ്റെ അകത്തൂടെയും താങ്കളുടെ ഫേസ്ബുക്ക് ചാനലിലും അത് ഷെയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്കും അത് കിട്ടിയത്. അപ്പോൾ അത് കിട്ടിയപ്പോഴത്തേനുമാണ് താങ്കൾ ഈ പറഞ്ഞ ഈ ക്രൈസ്തവ മിഷന്മാർ പള്ളിക്കൂടം സ്ഥാപിച്ചത്. പള്ളി എന്ന വാക്ക് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നത്. അതിന് മുമ്പ് അതിപ്പോൾ കൂടെ ഒന്ന് മാത്രമേ ഇടാൻ പറ്റത്തുള്ളായിരുന്നു. നിങ്ങളും മറ്റുള്ള വാക്കുകൾ കടമെടുത്തിട്ടില്ലേ സ്വാമി? പക്ഷെ ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഏത് ജാതിയിലുള്ള ആളും ഞങ്ങളുടെ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കും. കാരണം നിൻ്റെ നാമത്തിന് സ്തുതി പാടും എന്ന് തന്നെ ഞങ്ങൾക്ക് എഴുതിയിട്ടുണ്ട്. റോമാലേഖനം 15-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 12 വരെയുള്ള വാക്യം. അതുകൊണ്ട് ഞാൻ ജാതികളുടെ ഇടയിൽ നിന്നെ വാഴ്ത്തി നിന്റെ നാമത്തിന് സ്തുതി പാടും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ.
മറ്റൊരിടത്ത് ജാതികളെ അവൻ്റെ ജനത്തോട് ഒന്നിച്ചാനന്ദിപ്പിൻ എന്നും പറയുന്നു. സകല ജാതികളുമായുള്ളവരെ കർത്താവിനെ സ്തുതിപ്പിൻ, സകല വംശങ്ങളും അവനെ സ്തുതിക്കട്ടെ എന്നും പറയുന്നു. ഇശായുടെ പേരും ജാതികളെ ഭരിപ്പാൻ എഴുന്നേൽക്കുന്നവനുമായവൻ ഉണ്ടാകും, അവരിൽ ജാതികൾ പ്രത്യാശ വെക്കും എന്ന് യെശയ്യാവ് പറയുന്നു. റോമാലേഖനം 15:10-12 വരെ. ഇപ്പോൾ സ്വാമിക്ക് ഏകദേശം കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അല്ല, എന്നെ കേട്ട എല്ലാവർക്കും കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ജാതികളുടെ ഇടയിൽ നിന്നെ വാഴ്ത്തി നിന്റെ നാമത്തിന് സ്തുതി പാടുമെന്ന് എഴുതിയിരിക്കുന്നത്. ജാതികളെ അവൻ്റെ ജനത്തോടൊന്നിച്ചാനന്ദിപ്പിൻ. മനസ്സിലായോ? താഴ്ന്ന ജാതിയിലേക്ക് നിങ്ങൾ തന്നെ മേൽജാതിയെന്നും താഴ്ജാതിയെന്നും മാറ്റി വെച്ചിരുന്നവരെ ആ ജാതിയായിട്ടുള്ളവർ എന്ത് ചെയ്തു? അവൻ്റെ ജനത്തോടൊന്നിച്ചാനന്ദിക്കുവാൻ ദൈവം വലിയൊരു അത്ഭുത പ്രവൃത്തിയാണ് ഈ മിഷണറിമാരെ ഭാരതത്തിലേക്ക് അയച്ച്, ഈ കൊച്ചു കേരളത്തിലേക്ക് അയച്ച് ഇശായുടെ പേരും ജാതികളെ പരിമേൽപ്പിക്കുവാനായവൻ ആ ആളാരാണെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ പ്രത്യാശ വെച്ചത് ക്രിസ്തുവിലാണ്. പലരും പേര് മാറി, ജാതി മാറി, അങ്ങനെ പലരും നടക്കുന്നുണ്ടെന്ന് പല ആൾക്കാരും കളിയാക്കി പറയുമ്പോൾ ഒരു കാര്യം ഓർത്തോ, പഴയ ഈ ആഠ്യത്തിൻ്റെ ആൾക്കാരോടും പറയുകയാണ്, ഞങ്ങൾ ഏതാണ്ട് വലിയ ക്രിസ്ത്യാനികളാന്ന് പറഞ്ഞ് നടക്കുന്നവരോടും പറയുകയാണ്, പഴയ തലമുറയൊക്കെ ഒന്ന് പരിശോധിച്ച് പോയി കഴിഞ്ഞാൽ അവിടെ ബാസൽ മിഷന്മാരും കത്തോലിക്ക സഭയും മറ്റുള്ളവരും എല്ലാം പേര് മാറ്റി പുതിയ ആൾക്കാരാക്കി മാറ്റിയത് പഴയ അടിമയുഗത്തിൽ കിടന്ന ആൾക്കാരെ തന്നെയാണ്. അല്ലാന്ന് പറയാൻ സാധ്യമല്ല. അതൊക്കെ ഓരോരുത്തരുടെ ജാതിയിൽ വെച്ചുകൊണ്ട് തന്നെ പല പുസ്തകങ്ങളും ഇറക്കിയിട്ടുണ്ട്. ആ ജാതിയിൽ തന്നെ ഇറക്കിയിരിക്കുന്ന പുസ്തകങ്ങളിൽ തന്നെ പറയുന്നുണ്ട്, പുലയരുടെ ചരിത്രം ഒരു പഠനം എന്നൊക്കെ പറയുന്ന പുസ്തകങ്ങളൊക്കെ വായിക്കണം. അതുപോലെ ദളിത് സ്വാതന്ത്ര്യ സമരം അതിനെപ്പറ്റിയുള്ള പുസ്തകങ്ങൾ വായിക്കണം. ദളിതന്മാരുടെ ചരിത്രം, ഇത്തരം പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കാശ് കൊടുത്തൊന്ന് വായിച്ചു കഴിഞ്ഞാൽ ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കും, ഇത് ശരിയാണ്, ഞങ്ങൾക്ക് മറ്റുള്ളവരെ അയ്യോ അവൻ ആ ജാതിയിൽ നിന്ന് വന്നയാണല്ലോ, ഈ കളറുള്ളവനാണല്ലോ. ഒരു കാര്യമില്ല. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ആ പുതിയ സൃഷ്ടിയെ നോക്കിയിട്ട് നിന്റെ പഴയ മനസ്സ് വെച്ചുകൊണ്ട് സംസാരിക്കാൻ വരുമ്പോൾ ക്രിസ്തു നിന്നോടുകൂടെ കാണത്തില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അത് ഏറ്റവും നല്ലൊരു പോയിൻ്റായിട്ട് നിങ്ങളുടെ ഉള്ളിൽ കിടക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് സ്വാമി ചിദാനന്ദപുരിയോടും മറ്റുള്ളവരോടും പറയുകയാണ്, നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഭാഷകളോ കാര്യങ്ങളോ ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രൈസ്തവ മിഷന്മാർ ഈ ഭാരതത്തിന് തന്ന സംഭാവന തന്നെയാണ്. അതിന് വസ്ത്രത്തിൻ്റെ ആണെങ്കിലും അച്ചടിയുടെ കാര്യത്തിലാണെങ്കിലും വട്ടെഴുത്ത് കോലെഴുത്ത് എന്ന് വേണ്ട, എഴുത്ത് ഭാഷയുടെ കാര്യത്തിലാണെങ്കിലും ഹോസ്പിറ്റൽ വിഷയത്തിലാണെങ്കിലും വൈദ്യശാസ്ത്രത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു സംഭാവനയെങ്കിലും അവരിവിടെ തന്നിട്ടുണ്ട്. അതിനെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ തന്നെയാണ് അല്ലെങ്കിൽ നോം തന്നെയാണ് എന്ന് പറയുന്ന എട്ടുകാലി മമ്മൂഞ്ചിൻ്റെ ഇടപാടുമായിട്ട് ഇനിയും വരാതിരിക്കട്ടെ. അതുകൊണ്ട് സ്വാമിയോടും കൂടെ പറയുകയാണ്, സ്വാമി ഇന്ന് മരിച്ചാൽ ആത്മാവ് എങ്ങോട്ട് എന്നൊരു ചോദ്യം ഉള്ളിലുണ്ടെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുക. സ്വീകരിച്ച് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അതരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ആ കർത്താവ് പറഞ്ഞ കൽപ്പനകളെ പാലിച്ചു കഴിഞ്ഞാൽ ഇന്ന് മരിച്ചാൽ, ഇന്ന് സുപ്രധാന ദിവസം, ഇന്ന് മരിച്ചാൽ ക്രിസ്തുവിനോടുകൂടെ ചേരുവാൻ സാധിക്കും. അതുകൊണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. സകല മനുഷ്യരും മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ജീവനുള്ള ദൈവമായ ക്രിസ്തുവിനെ, അവൻ്റെ നാമത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് എൻ്റെ പാപങ്ങൾക്കായി യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ഇനിയും ഞങ്ങളെ ചേർക്കാൻ വരും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ജീവിക്കാൻ എല്ലാവരെയും ദൈവം ധാരാളമായി സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.